ജൂൺ 27-ന് റിലീസിനൊരുങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം കൽക്കിക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. 600 കോടി ബഡ്ജറ്റിൽ വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കോടികൾ വാരുമോ അതോ 8 നിലയിൽ പൊട്ടുമോ എന്നതൊക്കെയാണ് സിനിമാ പ്രേമികൾ പ്രധാനമായും നോക്കിക്കാണുന്നത്. ഇതെല്ലാം ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നതിനിടയിൽ റിലീസിന് 2 ദിവസം അവശേഷിക്കെ ചിത്രത്തിന് പറ്റിയ ഒരു അമളി അല്ലെങ്കിൽ അബദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. എന്താണെന്നല്ലേ, കൽക്കി കാണാൻ കാത്തിരുന്ന് ബുക്ക് ചെയ്തവർക്ക് കൽക്കി തന്നെ കാണാം. പക്ഷെ പ്രഭാസിന്റെ ചിത്രമല്ല, മറ്റൊരു ചിത്രം. കഴിഞ്ഞ ദിവസമാണ് കൽക്കി 2898 ADയുടെ ബുക്കിംഗ് ആരംഭിച്ചത്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ടിക്കറ്റിന് വലിയ ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. എന്നാൽ ഇക്കൂട്ടരൊന്നും ബുക്ക് ചെയ്തത് പ്രഭാസിന്റെ കൽക്കിക്കല്ല, മറിച്ച് മറ്റൊരു കൽക്കിക്കാണെന്ന് മാത്രം. തെലുങ്ക് നടൻ ഡോക്ടർ രാജശേഖർ നായകനായെത്തിയ കൽക്കിയാണ് പ്രേക്ഷകരിൽ പലരും അബദ്ധത്തിൽ ബുക്ക് ചെയ്തത്. ഒരേ പേരായത് കാരണം അമളി ആർക്കും അങ്ങോട്ട് മനസ്സിലായില്ല. 2019 പുറത്തിറങ്ങിയ ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമയ്ക്ക് ആകെ ഉണ്ടായിരുന്ന 6 ഷോകളും ഒരു പേരിന്റെ തെറ്റിദ്ധാരണയിലാണ് നിമിഷ നേരം കൊണ്ട് ഹൗസ്ഫുൾ ആയത്. പലരും ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്തപ്പോഴാണ് ഈ അമളി മനസ്സിലായത്. ടിക്കറ്റ് ക്യാൻസലേഷൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂരിഭാഗവും കുടുങ്ങിയ മട്ടായി. തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ബുക്ക് മൈ ഷോയ്ക്കെതിരെയും മറ്റും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. വിമർശനം രൂക്ഷമായപ്പോൾ ബുക്ക് മൈ ഷോ അധികൃതർ തന്നെ രംഗത്തെത്തി. ടെക്നിക്കൽ എറർ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും കൽക്കിയുടെ ടിക്കറ്റ് വാങ്ങിയ എല്ലാവർക്കും കൽക്കി 2898 ടിക്കറ്റ് നൽകുമെന്നും ബുക്ക് മൈ ഷോ അറിയിച്ചു. ഇതോടുകൂടിയാണ് അമളി പറ്റിയവർക്ക് ഒരു ആശ്വാസമായത്. ഇതിനിടയിൽ 2019 കൽക്കി താരം രാജശേഖർ സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തു. സംഭവത്തിൽ തനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഹാസ്യരൂപേണ അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ഒപ്പം പ്രഭാസിന്റെ കൽക്കിക്ക് ആശംസകളും അറിയിച്ചിട്ടുണ്ട്. പ്രഭാസിനെ നായകനാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രമാണ് കൽക്കി 2898 AD. BC 3101 മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി 2898 AD വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം. മഹാനടിക്ക് ശേഷം നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോകലിപ്റ്റിക് യുഗത്തിന്റെ കഥയാണ് പറയുന്നത്. ദീപിക പദുക്കോണാണ് ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയായി എത്തുന്നത്. അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. കമൽഹാസൻ വില്ലനായി എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ദുൽഖർ സൽമാൻ, ദിശ പട്ടാണി, പശുപതി, ശോഭന, അന്നാബൻ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. എന്തായാലും ബിഗ് ബഡ്ജറ്റ് റിലീസിനൊരുങ്ങുന്ന സമയത്ത് തന്നെ പഴയ കൽക്കി റിലീസ് ചെയ്യാൻ പ്രൊഡ്യൂസർ കാണിച്ച ബുദ്ധിയെ പലരും പ്രശംസിക്കുന്നുണ്ട്. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നതെന്നും നഷ്ടം പറ്റിയത് പ്രഭാസിന്റെ കൽക്കിക്കാണെന്നും തുടങ്ങി നിരവധി ട്രോളുകളാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.